ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്ലാസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും, അതുപോലെ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ നറേറ്റർ ആൻഡ് ദ വുമൺ. ഈ 2 ആക്ടിവിറ്റികളാണ്, അതിൻ്റെ ആൻസറുമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്നത്, ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ദ നറേറ്റർ റീകോൾസ് മെമ്മറീസ് ഓഫ് ഹിസ് വെരി ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നാരേറ്റ് യുവർ എക്സ്പീരിയൻസസ് ടു ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ അനുഭവം, ഇവിടെ ഈ ഒരു കുട്ടി താൻ ആദ്യമായി സ്കൂളിൽ പോയ ഒരു അനുഭവമാണ് ഈ കഥയിൽ പറയുന്നത്. അതുപോലെ നിങ്ങളാദ്യമായി സ്കൂളിൽ പോയ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമല്ല, എങ്കിലും ഇതൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഐ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിവിഡ്ലി. ഞാൻ എൻ്റെ ആദ്യ ദിവസം വ്യക്തമായി ഓർക്കുന്നു. ഇറ്റ് വാസ് എ മിക്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് നെർവസ്നെസ് സിമിലർ ടു വാട്ട് ദ നറേറ്റർ എക്സ്പീരിയൻസ്ഡ് ഇൻ ഹാഫ് എ ഡേ. ഹാഫ് എ ഡേയിലെ നറേറ്ററുടെ പോലെ തന്നെ എൻ്റെ ആദ്യ സ്കൂൾ ദിനവും ഒരു കുറേ എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഭയവുമൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഐ വാസ് ഡ്രസ്ഡ് ഇൻ മൈ ന്യൂ സ്കൂൾ യൂണിഫോം വിത്ത് മൈ ബാക്ക് പാക്ക് സ്ലങ് ഓവർ മൈ ഷോൾഡർ, ഫീലിംഗ് എ ബിറ്റ് ഓവർവെൽംഡ് ബൈ ദ അൺഫെമിലിയർ സറൗണ്ടിങ്സ്. അപ്പോൾ അപരിചിതമായ ഈ ഒരു പുതിയ അന്തരീക്ഷത്തിലേക്കുള്ള ഈ ഒരു പോക്ക് അല്പം ഭയപ്പെടുത്തിയിരുന്നു. ബാഗൊക്കെ എടുത്ത് പുതിയ യൂണിഫോമൊക്കെ ഇട്ട് പുതിയ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. As I walked through the gates, I clung tightly to my parents' hand, just like the narrator did with his father. അപ്പോൾ ഈ കഥയിലെ നായകൻ ചെയ്തതുപോലെ തന്നെ അച്ഛനെ വിടാതെ പിടിച്ച് ഞാൻ അവിടെ നിന്നു. ദ സ്കൂൾ സീംഡ് ഹ്യൂജ് ആൻഡ് ഇൻറ്റിമിഡേറ്റിംഗ്. ഭയപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. സ്കൂള് എന്നെ ഭയപ്പെടുത്തുന്നതായിട്ട്. വിത്ത് ബസ്ലിംഗ് ക്രൗഡ്സ് ഓഫ് സ്റ്റുഡൻസ് എവ്രിവെയർ. എല്ലായിടത്തും കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. ഐ റിമെമ്പർ ഫീലിംഗ് എ ബിറ്റ് ലോസ്റ്റ് ആൻഡ് അൺഷുവർ ഓഫ് വെയർ ടു ഗോ. അപ്പോൾ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാനും. But thankfully, the teachers were kind and helped me find my class. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ എൻ്റെ സ്കൂളിലെ അധ്യാപകർ സഹായിച്ചു. Despite the initial nerves, I quickly made friends with some of my classmates. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പിന്നീട് മാറി. എനിക്ക് ക്ലാസ്സിൽ ധാരാളം ഫ്രണ്ട്സിനെ കിട്ടി. ഈ കഥയിലെ കുട്ടിയെ പോലെ തന്നെ, just like the narrator did in the story. Looking back, my first day at school was a mix of emotions, but it marked the beginning of a new chapter in my life filled with learning and growth. അപ്പോൾ കഴിഞ്ഞുപോയ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എൻ്റെ സ്കൂളിലെ ആദ്യ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷവും സങ്കടവും എല്ലാം വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ചാപ്റ്റർ ഇൻ മൈ ലൈഫ്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്റർ ആയിരുന്നു. വളർച്ചയുടെയും അതുപോലെ പഠനത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ ഒരു ചാപ്റ്ററായി എൻ്റെ ഈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ മാറി. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി വരുന്നത്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, സെഡ് ദ വുമൺ. ദീസ് വേർഡ്സ് കംഫർട്ടഡ് ദ നറേറ്റർ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ? അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ നറേറ്ററും ആ സ്കൂളിലെ അധ്യാപികയും അല്ലെങ്കിൽ ആ സ്ത്രീയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കൊടുത്തിരിക്കുന്നത്. വുമൺ അവർ പറയാണ്, ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി ഡിയർ. ഇറ്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് എ വണ്ടർഫുൾ ജേർണി. ഇത് പുതിയൊരു യാത്രയിലേക്കുള്ള വരവാണ്, അതുകൊണ്ട് കരയരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ബട്ട് ഐ മിസ് മൈ ഫാമിലി, ഐ ആം സ്കെയർഡ് ഓഫ് ബീയിങ് ഹിയർ. അല്ല, എനിക്ക് എൻ്റെ വീട്ടുകാരെ ഓർമ്മ വരുന്നു, അല്ല ഇവിടെ നിൽക്കാൻ എനിക്ക് ഭയമാകുന്നു. അപ്പോൾ വീണ്ടും ടീച്ചർ പറയാണ്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സ്കെയർഡ് മൈ ചൈൽഡ്. സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ ക്യാൻ ബി ഡോണ്ടിങ്. But remember, you are not alone here. We are all a big family ready to support each other. പക്ഷേ ഒന്നുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്.
അതുപോലെ തന്നെ ഇവിടെ ഒറ്റയ്ക്കല്ല, ധാരാളം കൂട്ടുകാരുണ്ട് എന്നൊക്കെ പറയുകയാണ്. റിയലി, ബട്ട് എവറിത്തിങ് സീംസ് സോ സ്ട്രേഞ്ച് ആൻഡ് അൺഫെമിലിയർ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ അപരിചിതമായിട്ട് തോന്നുന്നു. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ഓൾ ന്യൂ ടു യു, ബട്ട് ട്രസ്റ്റ് മീ ഇറ്റ് വിൽ സൂൺ ഫീൽ ലൈക്ക് ഹോം. പക്ഷേ ഭയപ്പെടേണ്ട, ഉടൻ തന്നെ നിനക്ക് ഇത് നിൻ്റെ വീട് പോലെ തന്നെയുള്ള ഒരു ചിന്ത വരും, അല്ലേ? നിങ്ങളിവിടെ പുതിയ ആളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, ലേൺ ന്യൂ തിങ്സ്, ആൻഡ് ബിഫോർ യു നോ ഇറ്റ് ദ പ്ലേസ് വിൽ ബി ഫിൽഡ് വിത്ത് ലാഫ്റ്റർ ആൻഡ് മെമ്മറീസ്. അപ്പോൾ ഇത് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിരി വരുന്ന ഒരു അനുഭവമായിട്ട് ആണിത് മാറുക. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് സ്കൂളിൽ വരിക. ഡു യു റിയലി തിങ്ക് സോ? I am absolutely certain, and you know that I am here for every step of the way. If you ever need help or someone to talk to, I'll be right here. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ്. താങ്ക് യു മാം, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കും എന്നൊക്കെ കുട്ടി പറയുകയാണ്. ദാറ്റ്സ് ദ സ്പിരിറ്റ്. അതാണ്, അങ്ങനെയാണ് വേണ്ടത്. നൗ ഓഫ് യു ഗോ, ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സ്മൈൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോവുക. പക്ഷേ എന്താണ്, പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ മറക്കരുത്. എവറി ചാലഞ്ച് യു ഫേസ് ഈസ് ജസ്റ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആൻഡ് ലേൺ. നിങ്ങളിവിടെ നേരിട്ട എല്ലാ പ്രതിസന്ധികളും പുതിയ ഒരു വളർച്ചയിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് വേണം കാണാൻ. അപ്പോൾ കുട്ടി പറയാണ്, ഐ വിൽ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്തോളാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. യു ആർ വെൽക്കം ഡിയർ. നൗ ഗോ ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ ഡേ. ഐ വിൽ സീ യു സൂൺ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്.